ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതാ ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാനിതാ ഇവിടെ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലും അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 6 വലിയ അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഈ വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ ഇതാ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കളറും ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. ഇനി സവാളയൊക്കെ ഒന്ന് കളർ മാറി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വേണം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇതാ കണ്ടില്ലേ, സവാളയൊക്കെ നന്നായിട്ട് കളർ മാറി ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട്. ഈ ഒരു പാകം വരെ വേണം നമുക്ക് സവാള വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ തീ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവ് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിലും കുറച്ചും കൂടെ കുറവ് ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ പൊടികളൊക്കെ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊടികളുടെ പച്ചമണൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് അതിലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് ഒരുമിച്ചൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇപ്പൊ ഇതാ ഉള്ളിയും പൊടികളും ഒക്കെ ഉരുളക്കിഴങ്ങിന്റെ എല്ലാ ഭാഗത്തും നമുക്കൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് അടച്ചു വെച്ചിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പൊ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ല, കുറച്ചൊക്കെ വെള്ളത്തിന്റെ ഒരു അംശമുണ്ട്. അതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് വരണം നമുക്ക്. ഉരുളക്കിഴങ്ങ് ഒരു 50% ഇപ്പൊ വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. ആ ഒരു ആവിയിൽ കിടന്നിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് ബാക്കി വെന്ത് കിട്ടിക്കോളും. ഇതവിടെ വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ. കാരണം നമുക്ക് ഇനി ഒന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് മൊരിച്ചിട്ടെടുക്കാനുള്ളതാണ്. ഇതിന് തന്നെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ മൊരിച്ചെടുക്കുന്ന സമയത്തും അത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞുടഞ്ഞിരിക്കും. ഇതുപോലെ വേറിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വേവ് പാകമാണ്. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി ഇത് എത്രത്തോളം മൊരിച്ചെടുക്കണോ അത്രത്തോളം നമുക്ക് ഇത് ആക്കിയിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതുപോലെ ഒന്ന് നേരത്തെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് മൊരിച്ചിട്ടെടുക്കാട്ടോ നമുക്ക്. ഈ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതിയേ. ഇപ്പൊ ഇതാ മെഴുക്കുവരട്ടൊക്കെ ഏകദേശം ആയി തുടങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി. അപ്പൊ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുത്തതിന് ശേഷം ഉരുളക്കിഴങ്ങിന്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ സൈഡെല്ലാം. അപ്പൊ ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചോറിന്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.